ഒരു സംഭവം പറയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഒന്നും തോന്നരുത്. ഇറ്റ് വിൽ ബി എ ഡംപ് വേ ടു ഡൈ. 1996 എങ്ങനെയാണ് ടോക്സിക് മെറ്റൽസ് ഹ്യൂമൻ ബോഡീനെ എഫക്റ്റ് ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ കാരൻ വെറ്റർഹാൻ. ആളന്ന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഡൈ മീഥൈൽ മെർക്കുറി എന്നൊരു സബ്സ്റ്റൻസ് ആയിരുന്നു. ആൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട ഇടയിൽ അറിയാണ്ട് ആളുടെ കൈൻ്റെ മുകളിലേക്ക് 2 തുള്ളി ഇതിൻ്റെ ഇത് വീണു. ഒരു ഓർഡർലെസ് കളർലെസ് സബ്സ്റ്റൻസാണ് ഈ പറയുന്ന ഡൈ മീഥൈൽ മെർക്കുറി. ലക്കിലി ആളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു. പ്രൊസീജിയർ അനുസരിച്ച് മേത്തേക്ക് കെമിക്കൽ വീണാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആൾ ചെയ്തു. ഗ്ലൗസ് ഊരി കളഞ്ഞു, വാഷ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ആൾ വെച്ചു ഓക്കെ ആണെന്ന്. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം ആളുടെ മോട്ടോർ സ്കിൽസ്, അതായത് കോർഡിനേഷൻ, അതുപോലെ വിഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോയി തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. മെർക്കുറി ആളുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഗ്ലൗസ് ഇട്ടിട്ട് ഇതെങ്ങനെ ഉള്ളിൽ കയറി? ഡൈമീഥൈൽ മെർക്കുറിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഗ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെയും സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മുടെ ഹ്യൂമൻ ബാരിയേഴ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഡൈമീഥൈൽ മെർക്കുറി പെനട്രേറ്റ് ചെയ്യും. ഇതറിയാണ്ട് ആണ് അന്ന് ആ സംഭവം ഉണ്ടായത്. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൻ്റെ പ്രോട്ടീനായിട്ട് ഈ മെർക്കുറി അറ്റാച്ച് ആയിരിക്കും. ന്യൂറോൺസിന് ട്രാൻസ്മിഷനും റിസീവ് ചെയ്യാനുള്ളതും ചെയ്യാൻ പറ്റില്ല. അവസാനം ഈ ന്യൂറോൺ ഡൈ ഔട്ട്. ഒരു ബ്രെയിൻ ഒരു ഡിസിൻറ്റഗ്രേറ്റ് ആയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കാരൻ മരിക്കണത്. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് പുതിയ ഐഡിയകളൊന്നും തോന്നാൻ നിൽക്കരുത്. വളരെ ലിമിറ്റഡ് ആയിട്ടും വളരെ റയറായിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഡൈമീഥൈൽ മെർക്കുറി യൂസ് ചെയ്യണത്.